ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് സർക്കാർ. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. VS അനുരാഗ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പ്രത്യേക അന്വേഷണത്തിനാണ് ഇന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഭ്യന്തര സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ജയിൽ മേധാവിയും ഇന്റലിജൻസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുകൂടാതെ തന്നെ മുൻ പോലീസ് മേധാവിയും ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ഈ പ്രത്യേക അന്വേഷണം നടത്തുന്നത്. ഇത് മാത്രമല്ല, ചില പ്രത്യേക നിർദ്ദേശങ്ങൾക്കും ഇന്ന് ചേർന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കും ഇന്ന് ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനമായി. അതിൽ ഏറ്റവും പ്രധാനം, സംസ്ഥാനത്തെ 4 പ്രധാന സെൻട്രൽ ജയിലുകളിൽ വൈദ്യുതി ഫെൻസിംഗ് സംവിധാനം 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും സജ്ജീകരിക്കും. മാത്രമല്ല, ഈ സൂക്ഷ്മ ദൃശ്യങ്ങൾ വരെ പകർത്തിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഇന്റലിജൻസ് CCTVകൾ ഈ ജയിലുകളിൽ സ്ഥാപിക്കും. മാത്രമല്ല, സംസ്ഥാനത്തെ ജയിലുകളിൽ ഈ തടവുകാരുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ട ഉൾപ്പെടെ അല്ലെങ്കിൽ പത്തനംതിട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ സെൻട്രൽ ജയിൽ രൂപീകരിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്താനും തീരുമാനമായിട്ടുണ്ട്. ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും ക്രിമിനലുകളെ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ കൂടിയാലോചിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജയിലുകളിൽ ജയിൽ പുള്ളികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ജയിലിൽ 5 വർഷം പൂർത്തിയായ ജയിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടന്നത്, ഇന്ന് കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയുള്ള ജയിലാണ് വിയ്യൂർ ജയിൽ. ഏകാന്ത തടവാണ് ജയിലിൽ ഗോവിന്ദച്ചാമി അനുഭവിക്കേണ്ടി വരിക. ഭക്ഷണം വരെ ഈ ജയിലിലെ സെല്ലിനുള്ളിലേക്ക് എത്തിക്കും. ഈ ഭക്ഷണം വരെ അതിനകത്ത് നിന്ന് കഴിക്കണം. അങ്ങനെ അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റിയിരിക്കുന്നു. പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലും ഈ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശവും അല്ലെങ്കിൽ തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ വന്നിരിക്കുന്നു.